ഹലോ, വെൽക്കം ടു മാക്സിയോൺ. IIT ജാം 2025 ഗ്രൂപ്പ് തിയറിക്കകത്ത് ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതേപോലെ തന്നെ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിൽ തന്നെ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടും നമുക്ക് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. G be a finite abelian group of order 10. Let x naught be an element of order 2 and capital X equal to set of all x belongs to G such that x cube equal to x naught. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പാണ്, ഓർഡർ 10 ആയിട്ടുള്ള ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്, 2 ഓർഡർ എലമെൻ്റ് ആണ്. അതായത് ക്യാപിറ്റൽ ജിക്കകത്തുള്ള നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള ഒരു 2 ഓർഡർ എലമെൻ്റ് ആണ് എക്സ് നോട്ട് എന്ന് പറയുന്ന എലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന സെറ്റ് നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ബിലോങ്സ് ടു ജി, അതായത് ഗ്രൂപ്പിനകത്തുള്ള എലമെൻ്റ് ആണ്, സച്ച് ദാറ്റ് എക്സ് ക്യൂബ്, അതായത് എക്സിൻ്റെ 3 തവണ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, എക്സ് നോട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുക, ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ജി എന്ന് പറയുന്നത് ഒരു ഓർഡർ 10 ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അതായത് ഗ്രൂപ്പിൻ്റെ ഓർഡർ 10 ആണ്. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, 2 into 5, അതായത് ഒരു പി ക്യൂ ഓർഡറിലുള്ള ഗ്രൂപ്പാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. പി ക്യൂ ഓർഡറിലുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് എന്താണ്, പി ഡിവൈഡ്സ് ക്യൂ മൈനസ് 1 ആണോ നമുക്ക് നോക്കാം. പി ഡിവൈഡ്സ് ക്യൂ മൈനസ് 1 ആണ് അല്ലേ, അതായത് 2 divides 5 minus 1, അതായത് 2 divides 4 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഗ്രൂപ്പ് 2 രീതിയിൽ നമുക്ക് പോസിബിൾ ആയിരിക്കും. അപ്പോൾ പി ഡിവൈഡ്സ് ക്യൂ മൈനസ് 1 ആണെങ്കിൽ 2 ക്ലാസിഫിക്കേഷൻ നമുക്ക് വരുന്നുണ്ടാവും. ഒന്നെങ്കിൽ എന്താണ്, നമുക്ക് നോൺ അബീലിയൻ ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഒരു അബീലിയൻ ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തിനോട് ഐസോമോർഫിക് ആയിരിക്കും, വിച്ച് ഈസ് ഐസോമോർഫിക് ടു നമുക്ക് ഏതാണോ ഓർഡർ, ആ ഓർഡറിലുള്ള സൈക്ലിക് ഗ്രൂപ്പുമായിട്ട് നമുക്ക് ഐസോമോർഫിക് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഓർഡർ 10 ആയതുകൊണ്ട് തന്നെ ഈ നോൺ അബീലിയൻ ഗ്രൂപ്പ് ഒരിക്കലും അല്ല, കാരണം നമുക്ക് ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അബീലിയൻ ഗ്രൂപ്പ് എന്തിനോട് ഐസോമോർഫിക് ആയിരിക്കും, Z10നോട് ഐസോമോർഫിക് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്തിനോട് ഐസോമോർഫിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഇസ് ഐസോമോർഫിക് ടു Z10 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇനി നമ്മുടെ കയ്യിലുള്ള എന്താണ്, എക്സ് നോട്ട് എന്ന് പറയുന്ന എലമെൻറ്റ് അതിൻ്റെ ഓർഡർ 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് നോട്ടിൻ്റെ ഓർഡർ 2 ആയതുകൊണ്ട് തന്നെ എക്സ് നോട്ടിനെ നമ്മൾ 2 തവണ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, ഐഡൻറ്റിറ്റി കിട്ടുന്നുണ്ടാവും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ്, ആ എക്സിനെ നമ്മൾ 3 തവണ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്, എക്സ് നോട്ടാണ് കിട്ടുന്നുണ്ടാവുക. അതായത് എക്സ് ക്യൂബ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് നോട്ട് എന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഈ കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 2 തവണയും കൂടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ക്യൂബിനെ നമ്മൾ 2 തവണ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് നോട്ടിനെ നമ്മൾ 2 തവണ ഓപ്പറേറ്റ് ചെയ്യുന്നതിനോട് തുല്യമായിരിക്കും. ആൻഡ് അത് എന്തായിരിക്കും, നമുക്ക് ഐഡൻറ്റിറ്റി ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതായത് അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം x⁻⁶ നമുക്ക് കിട്ടുന്നത് ഐഡൻറ്റിറ്റിയാണ്. എക്സിനെ 6 തവണ ഓപ്പറേറ്റ് ചെയ്യുമ്പം ഐഡൻറ്റിറ്റിയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓർഡർ ഡിവൈഡ് 6 എന്ന് നമുക്ക് പറയാം അല്ലേ. ഇതിൽ നിന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ഓർഡർ ഓഫ് എക്സിൻ്റെ ഓർഡർ എന്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും, 6നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. കാരണം x⁻⁶ ഐഡൻറ്റിറ്റി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സിൻ്റെ ഓർഡർ എന്തിനെ ഡിവൈഡ് ചെയ്യും, നമുക്ക് 6നെ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഓർഡർ ഓഫ് എക്സിൻ്റെ പോസിബിലിറ്റി എന്താണ്, 6നെ ഡിവൈഡ് ചെയ്യുന്ന എലമെൻസുകൾ ഏതൊക്കെയായിരിക്കും, 6നെ ഡിവൈഡ് ചെയ്യുന്ന എലമെൻസുകൾ 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 6 ഉണ്ടാവും. ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് എന്താണ്, ഓർഡർ ഓഫ് ദി ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അതായത് ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് എന്തിനെ ഡിവൈഡ് ചെയ്യും, ആ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് എന്ത് പോസിബിൾ അല്ല, ഗ്രൂപ്പിൻ്റെ ഓർഡർ 10 ആയതുകൊണ്ട് തന്നെ എലമെൻറ്റിൻ്റെ ഓർഡർ നമുക്ക് 6 പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 6 നമുക്ക് ഒഴിവാക്കിയെടുക്കാം. പിന്നീട് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ 2 ആണ് നമ്മുടെ ഓപ്ഷനായിട്ട് വരുന്നത്. ഇതിലേക്ക് നമുക്ക് എന്തും കൂടെ വരുന്നുണ്ടാവും, 3യും കൂടെ നമുക്ക് വരുന്നുണ്ടാവും അല്ലേ. 1, 2, 6, 3യും കൂടെ ഉണ്ടാവും. ഈ 3നെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, നമുക്ക് എലമെൻറ്റിൻ്റെ ഓർഡർ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ആ 3നെ നമുക്ക് ഇതിൽ നിന്നും ഒഴിവാക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് 2 ഓപ്ഷൻസുകളാണ്. ഒന്നെങ്കിൽ 1 ആയിരിക്കണം അല്ലെങ്കിൽ 2 ആയിരിക്കണം. 2നെ നമുക്ക് ഒഴിവാക്കാം. എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടാവുക,
ഇവിടെ നമുക്ക് ഐഡൻറ്റിറ്റി എന്താ പറഞ്ഞിട്ടുള്ളത്, 1 എന്ന് പറയുമ്പോൾ ഓർഡർ ഓഫ് എക്സ് 1 ആകുന്ന സമയത്ത് ഐഡൻറ്റിറ്റി ആയിരിക്കും. ഐഡൻറ്റിറ്റിയെ നമുക്ക് 3 തവണ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടുന്ന എന്താണ്, ഐഡൻറ്റിറ്റിയാണ്. പക്ഷേ ഇവിടെ എക്സ് നോട്ട് ആയിരിക്കണം കിട്ടേണ്ടത്. ആ എക്സ് നോട്ടിൻ്റെ ഓർഡർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, 2 ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഐഡൻറ്റിറ്റി ആവാൻ ഉള്ള ഓപ്ഷനും നമുക്ക് അവിടെ ഇല്ല. ഐഡൻറ്റിറ്റി ആവില്ല, കാരണം ഐഡൻറ്റിറ്റി 3 തവണ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഐഡൻറ്റിറ്റി ആയിരിക്കും. പക്ഷേ നമുക്ക് എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഓർഡർ 2 ആണ്. 6ഉം പോസിബിൾ അല്ല, 3ഉം പോസിബിൾ അല്ല. അപ്പോൾ അവിടെ ആകെയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്, 2 ആണ്. അതായത് ഓർഡർ ഓഫ് എക്സ് 2 ആവാനുള്ള സാധ്യത മാത്രമേ അവിടെയുള്ളൂ. അതായത് എക്സിൻ്റെ ഓർഡർ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക, 2 ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പം ഇവിടെ നമുക്ക് എന്ത് പറയാം, ഓർഡർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഓർഡർ ഓഫ് എക്സും 2 ആണ്, അതേപോലെ തന്നെ എക്സ് നോട്ടിൻ്റെ ഓർഡറും 2 ആണ്. അപ്പം ഈ ഒരു സെറ്റിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പോസിബിൾ ആവുന്ന ഒരേ ഒരു എലമെൻറ്റ് മാത്രമേ നമുക്കവിടെ പോസിബിൾ ആയിട്ടുണ്ടാവും. അതായത് ഒരു പോസിബിലിറ്റി മാത്രമേ നമുക്ക് അവിടെ ഉള്ളൂ. ആ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെറ്റ് എന്ന് പറയുന്നത് എക്സ് നോട്ട് മാത്രമുള്ള ഈ ഒരു സെറ്റ് മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. കാരണം നമുക്ക് അവിടെ 4 പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അതായത് ഓർഡർ ഓഫ് എക്സ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും പോസിബിലിറ്റീസ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് അവിടെ ഇല്ല. നമുക്ക് ആകെ ഉള്ളത് എന്ത് മാത്രമാണ്, എക്സ് നോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് അവിടെ പോസിബിൾ ആയിട്ട് വരുന്നുണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഈ നേരത്തെ എടുത്തുള്ള ZN മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. കാരണം ഇപ്പോൾ ZN നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സെറ്റിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ZN എന്ന് പറയുന്ന ഈ ഒരു സെറ്റിനകത്ത്, ഈ ഒരു ഗ്രൂപ്പിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഓർഡർ 2 ആയിട്ടുള്ള ഒരു എലമെൻറ്റ് മാത്രമാണുള്ളത് 5 അല്ലേ. അതായത് 5 ബിലോങ്സ് ടു എവിടെയാണ്, ZN ആണ്. അവിടെ ഓർഡർ ഓഫ് 5 എന്ന് പറയുന്നത് 2 മാത്രമാണ്. അപ്പം ഇവിടെ ഓർഡർ ഓഫ് 5 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ എക്സ് നോട്ട് ആയിട്ട് നമുക്ക് എന്തിനെ കരുതാൻ പറ്റും, നമുക്ക് 5നെ നമുക്ക് കരുതാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ എക്സ് എന്ന് പറയുന്ന സെറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ എക്സിനകത്ത് നമുക്ക് എക്സ് ക്യൂബ് ഈക്വൾ ടു എക്സ് നോട്ട് ആവുന്ന ഒരേ ഒരു എലമെൻറ്റ് മാത്രമേ നമുക്ക് അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ 5. വേറെ ഒരു എലമെൻറ്റിലും ഇപ്പോൾ 1, 2, 3 അങ്ങനെ 9 വരെയുള്ള 0 മുതൽ 9 വരെയുള്ള എലമെൻറ്റ്സുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യൂബ്, അതായത് അതിനെ 3 തവണ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടുക എന്ന് പറയുന്നത് വിത്ത് അഡീഷൻ മോഡിലോ ZN നമ്മൾ നോക്കുമ്പോൾ അഡീഷൻ മോഡിലോ 10 ആണ്. അപ്പോൾ അതിൽ പോസിബിൾ ആയിട്ടുള്ളത് എന്തിന് മാത്രമേ ഉള്ളൂ, നമുക്ക് 5ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ കൗണ്ടർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും നമുക്ക് പറയാം. അതുപോലെ തന്നെ നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഓർഡർ 2 ആയിട്ടുള്ള എലമെൻറ്റുകൾ, ഇപ്പോൾ ZN-നകത്ത് ഓർഡർ 2 ആയിട്ടുള്ള ഒരൊറ്റ എലമെൻറ്റേ ഉണ്ടാവുള്ളൂ, അത് എക്സ് നോട്ട് ആയിരിക്കും അല്ലേ. നമ്മളിപ്പോൾ എടുക്കുന്നത് ഇറ്റ്സ് ഐസോമോർഫിക് ടു ZN എന്നായതുകൊണ്ട് തന്നെ അവിടെ വേറൊരു എലമെൻറ്റിന് അവിടെ പോസിബിൾ അല്ല. അതായത് എക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അത്രയുള്ള എത്ര എലമെൻറ്റ്സുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർഡർ 2ലുള്ള എത്ര എലമെൻറ്റ്സുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം എത്രയായിരിക്കും, 1 ആയിരിക്കും. കാരണം ഫൈനൈറ്റ് അബിലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 10 ആണ്. അത് എന്തിനോട് ഐസോമോർഫിക് ആയിരിക്കും, ZN-നോട് ഐസോമോർഫിക് ആയിരിക്കും. അപ്പോൾ ഓരോ ഓർഡറിലും ഓരോ എലമെൻറ്റുകൾ മാത്രമേ നമുക്ക് അവിടെ പോസിബിൾ ആയിട്ട് വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റിനകത്ത് എത്ര എലമെൻറ്റുകൾ മാത്രമായിരിക്കും, ഒരൊറ്റ സിംഗിൾ എലമെൻറ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നമുക്ക് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. എക്സ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു S4 സച്ച് ദാറ്റ് എക്സ് ക്യൂബ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. ആൻഡ് വൈ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു S4 എക്സ് സ്ക്വയർ നോട്ട് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. അങ്ങനെയാണെങ്കിൽ എമ്മും എന്നും നമുക്ക് എക്സിൻ്റെയും വൈയുടെയും നമ്പർ ഓഫ് എലമെൻസുകളാണെങ്കിൽ എം ഈവൻ ആണോ ഓഡാണോ, എൻ ഈവൻ ആണോ ഓഡാണോ എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ആദ്യം എക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന സെറ്റ് എന്താണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു S4, അതായത് S4ലുള്ള എലമെൻ്റ് ആണ്. ആ എലമെൻറ്റുകൾ എന്താവണം, എക്സ് ക്യൂബ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആവണം. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്ന കാര്യം എക്സ് ക്യൂബ് നമുക്ക് ഐഡൻറ്റിറ്റി ആവുന്ന എലമെൻറ്റുകളാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എക്സ് ക്യൂബ് ഐഡൻറ്റിറ്റി ആവുന്ന എലമെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ടാവും, നമ്മളിപ്പം S4-നകത്ത് നമുക്ക് എന്താണ് എക്സ് ക്യൂബ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ 3 ആയിട്ടുള്ള എലമെൻറ്റുകളാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. അതായത് ഇവിടെ നമുക്ക് വരുന്നത് ഓർഡർ 3 ആയിട്ടുള്ള എലമെൻറ്റ് ഉണ്ടാവും, പ്ലസ് അതിൻ്റെ കൂടെ എന്തും കൂടെ വരുന്നുണ്ടാവും, ഐഡൻറ്റിറ്റിയും കൂടെ വരുന്നുണ്ടാവും. അപ്പോൾ ഓർഡർ 3 ആയിട്ടുള്ള എലമെൻറ്റ്സുകളുടെ എണ്ണവും പ്ലസ് ഐഡൻറ്റിറ്റിയും നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ S4-നകത്ത് ജനറലി നമുക്ക് SN-നകത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ, നമുക്കൊരു പർട്ടിക്കുലർ ഓർഡർ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ D ആണെന്ന് വിചാരിക്കാം.
നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് ഓർഡർ എം എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് നമുക്കൊരു ഇക്വേഷനായിട്ട് നമുക്ക് എങ്ങനെ പറയാം, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഈ എമ്മിനെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ ആ ഫാക്ടറൈസ് ചെയ്യുന്നതിൻ്റെ കണക്കാക്കിയിട്ടാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക അല്ലേ. അതായത് ഈ എമ്മിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്ടറൈസേഷൻ നമ്മൾ നോക്കിയിട്ട് നമ്മൾ യൂഷ്വലി എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, 1 റേസ് ടു ആൽഫ, 2 റേസ് ടു ആൽഫ 2 എക്സെട്ര n റേസ് ടു ആൽഫ n ഇൻറ്റു ആൽഫ 1 ഫാക്ടോറിയൽ, ആൽഫ 2 ഫാക്ടോറിയൽ എക്സെട്ര ആൽഫ n ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരു ഓർഡർ 3 വരുന്ന രീതിയിലുള്ള പോസിബിലിറ്റീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എം ഓർഡറിലുള്ള എസ് എന്നിനകത്തുള്ള എലമെൻസുകളുടെ എണ്ണം നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ S4-നകത്ത് ഓർഡർ 3 ആയിട്ടുള്ള എലമെൻ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ S4-നകത്ത് ഓർഡർ 3 കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4 നമ്മൾ നോക്കുകയാണെങ്കിൽ 4നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയെല്ലാം നമുക്കതിനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റും, ഒരു 4 സൈക്കിളായിട്ട് എഴുതാം, അതേപോലെ തന്നെ ഒരു 3 സൈക്കിളും ഒരു 1 സൈക്കിളും ആയിട്ട് എഴുതാം, പിന്നെ നമുക്ക് 2 2 സൈക്കിളായിട്ട് എഴുതാം, ഒരു 2 സൈക്കിളും 2 1 സൈക്കിളും ആയിട്ട് എഴുതാം, അതേപോലെ തന്നെ 4 1 സൈക്കിളായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ 4 സൈക്കിളിന് ഒരിക്കലും എന്തുണ്ടാവില്ല, ഓർഡർ 3 ഉണ്ടാവില്ല. ഒരു 4 സൈക്കിളിൻ്റെ ഓർഡർ 4 ആയിരിക്കും. ഒരു 3 സൈക്കിളും 1 സൈക്കിളും ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ 3 ആയിരിക്കും. ഇനി ഒരു 2 സൈക്കിളും 2 സൈക്കിളും ഉണ്ടെങ്കിൽ, കാരണം ഓരോ ഓർഡറുകളുടെ LCM ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്കിവിടെ 2 സൈക്കിളിൻ്റെ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ആയിരിക്കും. ഇനി 2 സൈക്കിൾ 1 സൈക്കിളും 1 സൈക്കിളും ആണെങ്കിൽ അവിടെയും നമുക്ക് 2 ആയിരിക്കും. ഇനി എല്ലാം 1 ആണെങ്കിൽ നമുക്ക് 1 ആയിരിക്കും. അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ആ സൈക്കിളിനെ നോക്കുകയാണെങ്കിൽ സൈക്കിളിൻ്റെ ഓർഡറുകളുടെ LCM ആയിരിക്കും നമുക്ക് എന്ത് വരുന്നുണ്ടാവുക, ആ സൈക്കിൾ ഡീകമ്പോസിഷൻ മൊത്തം നമുക്ക് അതിൻ്റെ ഓർഡറായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഓർഡർ 3 ആയിട്ട് വരുന്ന സൈക്കിൾ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു 3 സൈക്കിളും ഒരു 1 സൈക്കിളും ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് S4-നകത്ത് ഓർഡർ 3 ആയിട്ടുള്ള എലമെൻസുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് എഴുതാം, 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഒരു 3 ഓർഡർ ആവണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാവണം, ഒരു 3 സൈക്കിളും ഒരു 1 സൈക്കിളും ആവണം. അപ്പോൾ 3 സൈക്കിൾ 1 1 സൈക്കിൾ 1 ഉണ്ടാവും, ഇൻറ്റു 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ എന്നായിരിക്കും വരുന്നുണ്ടാവുക. അതായത് 4 ഫാക്ടോറിയലിനെ നമുക്ക് 4 × 3 × 2 × 1 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ താഴെല്ലാം 3 ഇൻറ്റു എല്ലാം 1 ആയതുകൊണ്ട് ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്രയായി, 8 എലമെൻസുകളായി. അപ്പം ഓർഡർ 3 ഉള്ള 8 എലമെൻസുകൾ നമുക്ക് അവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ ഇക്വേഷൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് നോക്കിയാൽ മതി, S4-നകത്ത് എത്ര 3 സൈക്കിൾസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കിയാലും നമുക്ക് ഈ ഒരു 8 എന്നുള്ള കൗണ്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഓർഡർ 3 ഉള്ള 8 എണ്ണവും അതിൽ കൂടെ തന്നെ നമുക്ക് എന്തും കൂടെ ആവശ്യമുണ്ട്, ഐഡൻറ്റിറ്റിയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് X എന്ന് പറയുന്ന സെറ്റിനകത്ത് കാർഡിനാലിറ്റി നമുക്ക് 8 3 ഓർഡർ ഗ്രൂപ്പ് എലമെൻസുകളും അതേപോലെ ഒരു ഐഡൻറ്റിറ്റിയും എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമുക്ക് ആ സെറ്റിനകത്തുള്ള എലമെൻസുകളുടെ എണ്ണം 9 ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ X എന്ന് പറയുന്ന സെറ്റിനകത്ത് നമുക്ക് എത്ര എലമെൻസുകളുണ്ട്, 9 എലമെൻസുകളുണ്ട്. അപ്പോൾ ഓർഡർ 3 ആയിട്ടുള്ള എത്ര എലമെൻസ്, ഓർഡർ 3 എന്നല്ല X³ ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ടോട്ടൽ 9 എണ്ണം ഉണ്ട്. അതിൽ ഓർഡർ 3 8 എണ്ണവും അതേപോലെ തന്നെ ഐഡൻറ്റിറ്റി ഒരു എലമെൻറ്റും, ടോട്ടൽ നമുക്ക് 9 എലമെൻറ്റുകൾ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 9 ആയതുകൊണ്ട് തന്നെ M എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് X. സോ M ഒരു ഓഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് വൈയിലോട്ട് വരാം. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, X² നോട്ട് ഈക്വൽ ടു E ആണ്. അതായത് X² E അല്ലാത്ത എലമെൻസുകളുടെ കളക്ഷനാണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക, ഇവിടെ നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് നോക്കാം, X² E ആവുന്ന എത്ര എലമെൻസുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. X² E ആയിട്ടുള്ള എലമെൻസുകളുടെ എണ്ണം നമ്മൾ നോക്കിയിട്ട് മൊത്തം S4-ൽ നിന്ന് നമ്മൾ എന്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി, X² E ആവുന്ന അല്ലെങ്കിൽ ഓർഡർ 2 ആയിട്ടുള്ള എലമെൻസുകൾ നമ്മൾ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഇതിൽ നമുക്ക് നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് വേണം, ഓർഡർ 2 വേണം. ഓർഡർ 2 നമുക്ക് 2 കേസിൽ വരും. ഏതൊക്കെയാണ് ആ കേസ്, 2 + 2 ഈക്വൽ ടു അത് വരുന്ന ആ സൈക്കിൾ, അതായത് ഒരു 2 സൈക്കിൾ എന്നുള്ള രീതിയിൽ നമുക്ക് വരുന്നുണ്ടാവും. ഒരു 2 സൈക്കിളും 2 1 സൈക്കിൾ എന്നുള്ള 2 പോസിബിലിറ്റീസ് ഇവിടെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ 2 കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ 2-ൽ നമുക്ക് 2 കേസിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഓർഡർ 2-ൽ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് സൈക്കിളാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് 2 2 എന്ന് പറയുന്ന സൈക്കിളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 സൈക്കിൾ 2 തവണ ഉണ്ടാവും, ഇൻറ്റു 2 ഫാക്ടോറിയൽ നമുക്ക് വരുന്നുണ്ടാവും. സോ 4 × 3 × 2 × 1 ഡിവൈഡഡ് ബൈ 2² 4 ആണ്, 2 ഫാക്ടോറിയൽ 2 ആണ്. സോ ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എത്ര വന്നു, 3 എലമെൻസുകൾ വന്നു.
അപ്പോൾ 2 സൈക്കിൾ എന്നുള്ള രീതിയിൽ 3 എലമെൻസുകൾ കിട്ടി. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്തും കൂടെ വരുന്നുണ്ട്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ 2 നമുക്ക് അടുത്ത പോസിബിലിറ്റി, അതായത് ഒരു 2 സൈക്കിളും 2 1 സൈക്കിളും എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പോസിബിളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണം നമുക്ക് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം, 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഒരു 2 സൈക്കിളും 2 1 സൈക്കിളും ആണ് ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് വരുന്നുണ്ടാവും. അതായത് 4 × 3 × 2 × 1 ഡിവൈഡഡ് ബൈ 2 × 1 × 2 എന്നായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ 2 × 2ഉം 4ഉം ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് എത്ര വന്നു, 3 × 2 6 എന്ന് നമുക്ക് വന്നു. അപ്പം x², അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഓർഡർ 2 ആയിട്ടുള്ള എലമെൻസുകളുടെ എണ്ണം ടോട്ടൽ അപ്പോൾ എത്രയായി, ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസിൽ 3ഉം പിന്നെ നമുക്ക് 6ഉം, ടോട്ടൽ ഓർഡർ 2 ആയിട്ടുള്ള എലമെൻസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ എലമെൻസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 9 എണ്ണമാണെന്ന് കിട്ടി. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, x² ആവാത്ത, അതായത് x² ഐഡൻറ്റിറ്റി ആവാത്ത എലമെൻസുകളുടെ എണ്ണമാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ x² ഐഡൻറ്റിറ്റി ആവരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓർഡർ, 2 ഓർഡറിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അതിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടെ വരുന്നുണ്ടാവും, ഐഡൻറ്റിറ്റിയും കൂടെ വരുന്നുണ്ടാവും അല്ലേ. അതായത് ഈ 9 എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 9 എണ്ണത്തിനും എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്, x² = E സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഐഡൻറ്റിറ്റിയുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാലും ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഈ മൊത്തം ഓർഡർ 2 ഉള്ള 9 എണ്ണവും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യണം, ഐഡൻറ്റിറ്റിയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വരും, y എന്ന് പറയുന്ന എലമെൻറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈയുടെ കാർഡിനാലിറ്റി നമ്മൾ എടുക്കുമ്പോൾ മൊത്തം S4-നകത്ത്, S4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S4-നകത്ത് എത്ര എലമെൻസുകൾ ഉണ്ടാവും, S4ൻ്റെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഫാക്ടോറിയൽ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 24. അപ്പോൾ 24ൽ നിന്നും ഓർഡർ 2 ആയിട്ടുള്ള എത്ര എലമെൻസുകൾ ഉണ്ട്, 9 എലമെൻസുകൾ പ്ലസ് ഐഡൻറ്റിറ്റി എന്ത് സാറ്റിസ്ഫൈഡ് ആവും, x² = E സാറ്റിസ്ഫൈഡ് ആവുന്നത് കൊണ്ട് തന്നെ -1 ചെയ്യാം. അപ്പോൾ 24 - 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വരുന്നുണ്ടാവും, 14 വരുന്നുണ്ടാവും. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് y എന്ന് പറയുന്നത് n ആണ്, n നമുക്ക് എത്ര കിട്ടുന്നുണ്ടാവും, 14 കിട്ടുന്നുണ്ടാവും. അപ്പോൾ n = 14ഉം അതേപോലെ തന്നെ m = 9ഉം നമുക്ക് കിട്ടി. അപ്പം m ഓഡുമാണ്, n ഈവനുമാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താ നോക്കുന്നത്, x എന്ന് പറയുന്ന സെറ്റിൻ്റെ കേസിൽ നമ്മൾ നോക്കുന്നത് x³ = E ആവുന്നത്. x³ = E ആവുന്നത് ഏതൊക്കെ കേസിലുണ്ടാവും, ഓർഡർ 3 ഉണ്ടാവും, ഐഡൻറ്റിറ്റിയും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടാവും. ഇതേ സിനാരിയോ നമ്മൾ തിരിച്ചാലോചിക്കുക, x² ഐഡൻറ്റിറ്റി ആവാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ 2 ഉള്ളതും ഐഡൻറ്റിറ്റിയും നമുക്ക് ആ സെറ്റിൽ നിന്നും ഒഴിവാക്കണം. അപ്പോൾ ഓർഡർ 2ലുള്ള 9 എലമെൻസുകളും ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ഒരു എലമെൻറ്റ് 10 എലമെൻസുകളും നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് S4ൽ നിന്നും ഈ 10 എലമെൻസുകൾ ഒഴിവാക്കി ബാക്കിയാണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. സോ ടോട്ടൽ നമുക്ക് എക്സിൻ്റെ കാർഡിനാലിറ്റി M9 എന്നും വൈയുടെ കാർഡിനാലിറ്റി N14 എന്നും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പം ഇതാണ് നമുക്ക് 2025 IIT JAM എക്സാമിനകത്ത് നമുക്ക് ചോദിച്ചിട്ടുള്ള ഗ്രൂപ്പ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 ചോദ്യങ്ങൾ നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടും കുറച്ച് ഐഡിയ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ഐഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന 2 ചോദ്യങ്ങളാണ്. കുറച്ച് ആലോചിക്കുമ്പോൾ കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ, പക്ഷേ കൺസെപ്റ്റ് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസിലി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന 2 ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. താങ്ക്